ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് എപ്പോഴാണ്? 1970 പകുതി മുതൽ 80 പകുതി വരെയാണ്. അപ്പോൾ ആദ്യഘട്ടം എപ്പോഴായിരിക്കും? 1960 പകുതി മുതൽ 70 പകുതി വരെ. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 1970 മുതൽ 80 പകുതി വരെ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ചതിനു ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1991 നിലവിൽ വന്നത്? അല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1995 വന്നത്. 1995 ജനുവരി 1 എന്ത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. GATT അതായത് ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പിൻഗാമിയാണോ? അതെ, ശരിയാണ്. ഇനി GATT സ്ഥാപിതമായ വർഷം 1948 ജനുവരി 1 അത് ശരിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് 2ഉം 3ഉം ശരി. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അഥവാ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകമാണെന്ത്? എന്തൊക്കെ? ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം, ഇതെല്ലാം എന്താ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നവയാണ്. നീതി ആയോഗായി യോജിക്കാത്ത പ്രസ്താവന. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പോൾ അതാണ് യോജിക്കാത്തത്. ബാക്കി ഏതൊക്കെയാണുള്ളത്? സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു, ശരിയാണ്. പദ്ധതികളും നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു, ശരിയാണ്. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികളും സംരംഭങ്ങളുമാണ്, ശരിയാണ്. ഇനി ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. എന്താണ്? വസുദൈവ കുടുംബകം നമ്മൾ പറഞ്ഞത് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി, ഓപ്ഷൻ ബി. ഇനി 2024 എവിടെയാണ് നടന്നത്? ബ്രസീൽ, റിയോ ഡി ജനറോ, അവിടെയാണ് നടന്നത്. 2025 ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2026 മിയാമി, USA. 2027 UK ഒന്നുകൂടെ പറയാം. 23 ഇന്ത്യ, 24 ബ്രസീൽ, 25 ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക, 26 മിയാമി, USA, 27 UK. ഇനി 2025 ഈ കഴിഞ്ഞ ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിൽ നടന്ന G20 പ്രമേയം നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഏകത്വം, സമത്വം, സുസ്ഥിരത. ഏകത്വം, സമത്വം, സുസ്ഥിരത.